എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവിടിയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം 2025 ഈ വർഷം തോൽവിയുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. A+കളുടെ എണ്ണം കുത്തനെ കുറയും. കാരണം ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും വിദ്യാർത്ഥികൾ പറയുന്നത് നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ചോദ്യം മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെന്ന് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്നതായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം 2025 ഈ വർഷം തോൽവിയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും നമ്മളോട് ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പരീക്ഷ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇത്തവണ ക്വസ്റ്റ്യൻ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് പാഠഭാഗങ്ങളിൽ നിന്നും ചോദിക്കാതെ ഇൻഡയറക്റ്റായിട്ട്, അതായത് ഇൻഡയറക്റ്റായിട്ടും കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്, ഇനിയുള്ള പരീക്ഷകളെങ്കിലും നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ചെയ്യേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അവരാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചോദ്യം വന്നാലും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ക്യാബിനറ്റ് മിഷൻ, ഹിസ്റ്ററിയിൽ, പിന്നെ ക്രിപ്സ് മിഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ഡയറക്റ്റ് ചോദ്യം വന്നാലും ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ വിദ്യാർത്ഥി പ്രിപ്പയർ ആയിട്ട് വേണം പരീക്ഷയിൽ പോകാൻ. A+കളുടെ എണ്ണം കുറയും, തോൽവിയുടെ എണ്ണം കൂടും. പൊതുവേ SLC പരീക്ഷകളെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ +2ൻ്റെ വിജയ ശതമാനം മാക്സിമം പോയാൽ 85-ൽ താഴെയാണ്. 85-ൽ താഴെയാണ് +2ൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത്. A+കളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. കാരണം പല വിദ്യാർത്ഥികൾക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരുന്നുണ്ട്. ചോദ്യം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയുള്ള പരീക്ഷകൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എനിക്ക് നിങ്ങളോടൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മുന്നേറുക. കുറച്ച് മാർക്ക് കുറഞ്ഞാലും വിദ്യാർത്ഥികൾ പേടിക്കേണ്ട, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അഥവാ തോൽവി സംഭവിച്ചാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സപ്ലിമെൻ്ററി എക്സാം എഴുതി അതെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീം, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.